ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ലോറോപെറ്റാൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിന്റെ പ്രൊപ്പഗേഷൻ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണേ. നമ്മളെ കയ്യിലുള്ള ലോറോപെറ്റാലത്തിൻ്റെ തയ്യാട്ടത് ഇത് ഏകദേശം ഇപ്പോൾ പ്രൂൺ ചെയ്യാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രൂൺ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിന്ന് 1, 2, 3 കൊമ്പുകളൊക്കെ എടുത്തിട്ട് എന്താക്കാം പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ട് 3 കൊമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക, അതിൻ്റെ പോട്ടി മിക്സ് എന്താണെന്ന് നമുക്ക് നോക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പരമാവധി കാണാൻ ശ്രമിക്കട്ടോ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോട്ടിൻ്റെ അരഭാഗത്തോളമാണ് മണ്ണെടുത്തത്. അതിനനുസരിച്ച് അരഭാഗത്തോളം മണലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം മിക്സാക്കി കൊടുക്കാം. പരമാവധി മണ്ണും മണലും തുല്യ അളവിൽ തന്നെ എടുക്കാൻ നോക്കട്ടോ, എന്നാൽ അത്രയും നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രെയിനേജ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വെള്ളം കിട്ടിയെന്ന് കഴിഞ്ഞത് വേഗം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് വേണ്ടി ഇങ്ങനത്തെ ഗ്രോ ബാഗോ അല്ലെങ്കിൽ നമ്മളെ വെള്ളം കുടിച്ചിന കുപ്പിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ നല്ല ഡ്രെയിനേജ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ഉപയോഗിക്കട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു പോട്ടി മിക്സ് ഈ ഗ്രോ ബാഗിലേക്ക് നിറച്ചു കൊടുക്കാം. ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറ്റാർവാഴൻ്റെ ചെറിയൊരു തണ്ടാണ്. അതെന്തിനാ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂട്ടിങ് ഹോർമോണായിട്ട് നമ്മൾ ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ എടുത്തിട്ടുള്ള കൊമ്പിൻ്റെ അടിഭാഗത്തുള്ള 3-4 ലെയർ ഇലകൾ കട്ട് ചെയ്ത് കളയണം. ഇതേപോലെ വേണ്ടില്ലേ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള കറ്റാർവാഴൻ്റെ കൊമ്പ് എടുത്തതിന് ശേഷം ഇതേപോലെ ലോറോപെറ്റാലത്തിൻ്റെ തണ്ട് നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു കൊമ്പ് ഇങ്ങനെ മുക്കി കൊടുക്കുക. ഉണ്ടോ, ഇതേപോലെ മുക്കി ആ ജെല്ല് ഇതിമലാക്കി കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ റൂട്ടിങ് ഹോർമോൺ. എന്നിട്ട് നമ്മൾ മെല്ലെ ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തായി. അപ്പോൾ ഒരു തൈയായി. അതേപോലെ അടുത്ത തൈ എടുക്കുക, ഇങ്ങനെ ഒന്ന് കുത്തി ഇളക്കി കൊടുക്കുക, വെച്ചുകൊടുക്കുക. ഇതേപോലെ നല്ല രീതിക്ക് ജെല്ലാവണം കേട്ടോ, വെറുതെ ഇങ്ങനെ ആക്കിയാൽ പോരാ. ഇതിൻ്റെ ജെല്ലിലാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ നമ്മളെ ലോറോപെറ്റാലത്തിൻ്റെ പ്രൊപ്പഗേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ലാസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, കുറഞ്ഞ രീതിക്ക് അധികം കോരി വെച്ചുകൂടരുത്. ലൈറ്റായിട്ട് നമ്മൾ ആ പോട്ടി മിക്സിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മൾ ഈ ഒരു ലോറോപെറ്റാലത്തിൻ്റെ പ്രൊപ്പഗേഷൻ കഴിഞ്ഞു. ഇതിങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണൽ കിട്ടുന്ന സ്ഥലത്ത് ഒരു 2 ആഴ്ച വെക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു സെമി ഷെയ്ഡിൽ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ ഇതിങ്ങനെ ഉഷാറാവാൻ തുടങ്ങും. 2 ആഴ്ചയാണ് ഇതിൻ്റെ ഏകദേശം വേര് പിടിച്ച് ഇങ്ങനെ വരാനുള്ള ഒരു സമയം. അപ്പോൾ ആ 2 ആഴ്ച നമ്മൾ എന്താ ചെയ്യണം, തണൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുക പരമാവധി. എന്നിട്ട് സെമി ഷെയ്ഡിൽ വെക്കുക. പിന്നെ അവിടെ നിന്ന് ഏകദേശം പ്ലാന്റ് ഓക്കെ ആയി വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ലോറോപെറ്റാലത്തിൻ്റെ ഒരു തൈ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ കണ്ട്. ഈസിയാണ്, വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.